നമ്മുടെ വളരെ പ്രത്യേകതയുള്ള ഭരണഘടനയാണെന്ന് പറഞ്ഞു. അതിലൊരു പ്രത്യേകത ഞാൻ ചൂണ്ടിക്കാണിക്കാം. മൗലികാവകാശങ്ങളുടെ കൂട്ടത്തിൽ ആർട്ടിക്കിൾ 17 ഈ അൺടച്ചബിലിറ്റി ഈസ് അബോളിഷ്ഡ് എന്ന് പറഞ്ഞ അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മയ്ക്കെതിരാണ് ഗാന്ധിജി ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഡോക്ടർ അംബേദ്കർ ഒക്കെ അതിന്റെ ഒരു ഇരയായി. ലോകത്ത് വേറെ ഒരു ഭരണഘടനയിലും ഇങ്ങനെ ഒരു വകുപ്പ് കാണാൻ കഴിയില്ല. അതുപോലെ സെക്കുലറിസത്തിന്റെ കാര്യം കാണുമ്പോൾ ബാക്കി രാജ്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഗവൺമെന്റ് വേറെ, മതം വേറെ. പക്ഷെ ഇന്ത്യൻ ഭരണഘടനയിൽ പോസിറ്റീവായിട്ട് ഇന്റർഫിയർ ചെയ്യാം, മതങ്ങൾക്ക് നവീകരണം വരുത്താം, ഹിന്ദു മത ആരാധനാലയങ്ങൾ എല്ലാ വിഭാഗത്തിലും പെട്ട ഹിന്ദുക്കൾക്ക് തുറന്നു കൊടുക്കാൻ പ്രത്യേകമായിട്ട് ആർട്ടിക്കിൾ 25 പറയുന്നുണ്ട്. അതേപോലെ സ്റ്റേറ്റിന് പോസിറ്റീവായിട്ട് ഒരു റിഫർമേഷൻ വരുത്താൻ വേണ്ടി ഏതെങ്കിലും മതത്തിന്റെ സ്ഥാപനങ്ങളിൽ സെക്കുലർ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയും. അതുകൊണ്ടാണ് ആ ഇന്ത്യൻ സെക്കുലറിസം ഫ്രാൻസിലെയോ അമേരിക്കയിലെയോ സെക്കുലറിസം പോലെയല്ല, ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് പറയും. ഇതൊക്കെ ഭരണഘടനയുടെ പ്രത്യേകതകളാണ്. നമ്മുടെ പ്രത്യേക സാഹചര്യങ്ങൾ മനസ്സിലാക്കിയാണ് ഡോക്ടർ BR അംബേദ്കറെ പോലുള്ളവർ ഈ കാര്യങ്ങൾ എഴുതി ചേർത്തിരിക്കുന്നത്.